നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വരുത്തുന്ന ചില കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ്, അതും വളരെ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക്, വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാവുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇന്ന് നമ്മൾ 3 കുഞ്ഞു മിസ്റ്റേക്സ് ആണ് മാറ്റാൻ പോകുന്നത്. ഇന്ന് ഈ ലെസൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ വരുത്തില്ല. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നല്ലേ? ആദ്യത്തെ മിസ്റ്റേക്ക്, ഞാൻ ഒരു സെൻറ്റൻസ് പറയാം. She described me the situation. She described me the situation. ഇത് ഇൻകറക്റ്റ് ആണ്. ശരിയായ കറക്റ്റായ ഒരു സെൻറ്റൻസ് അല്ല. എന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായോ? ഷീ ഡിസ്ക്രൈബ്ഡ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് മീ. അപ്പോൾ അവൾ എന്നോട് ആ സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്തു എന്നല്ലേ? ഒരു കാര്യം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് സംതിങ് ടു സംബഡിയാണ്. സംതിങ്, ഒരു കാര്യമാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് ആരോടെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യുന്നു, ആരോടെങ്കിലും അത് വിശദമാക്കുന്നു. ഷീ ഡിസ്ക്രൈബ്ഡ് മീ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ മീനിങ്? ഷീ സെഡ് സംതിങ് എബൌട്ട് മീ, അങ്ങനെയല്ലേ? അവൾ എന്നെ പറ്റി എന്തോ പറഞ്ഞു, അവൾ എന്നെ പറ്റി എന്തോ പറഞ്ഞു, എൻ്റെ പേഴ്സണാലിറ്റിയെ പറ്റിയോ അതല്ലെങ്കിൽ എന്നെ പറ്റി, എൻ്റെ ലുക്സിനെ പറ്റിയോ ഒക്കെ എന്തോ. ഷീ ഡിസ്ക്രൈബ്ഡ് മീ ആണ്, എന്നെയാണ് ഡിസ്ക്രൈബ് ചെയ്തത് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു കാര്യം എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഡിസ്ക്രൈബ് സംതിങ് ആണ്. അപ്പോൾ സംതിങ് ടു സംബഡിയാണ് വേണ്ടത്. ഇവിടെ അതാണോ പറഞ്ഞിരിക്കുന്നത്? ഷീ ഡിസ്ക്രൈബ്ഡ് മീ ദ സിറ്റുവേഷൻ ആണ്. സിറ്റുവേഷൻ അവൾ എന്നോട് ഡിസ്ക്രൈബ് ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ പറയേണ്ടത്? പിന്നെ എങ്ങനെയാണ് പറയേണ്ടത്? എന്തായാലും അത് സെൻറ്റൻസ് റോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഷീ ഡിസ്ക്രൈബ് സംതിങ് ആണ്. അപ്പോൾ ഷീ ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ ടു മീ എന്നാണ് പറയേണ്ടത്. ആ സിറ്റുവേഷനാണ് ഡിസ്ക്രൈബ് ചെയ്തത് എന്നോട്. ഷീ ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ ടു മീ എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് സെൻറ്റൻസായി, കറക്റ്റ് സെൻറ്റൻസായി. ഷീ ടോൾഡ് മീ സംതിങ് അബൌട്ട് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനെ പറ്റി അവൾ എന്നോട് ഡിസ്ക്രൈബ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. ടു ഡിസ്ക്രൈബ് എന്ന് പറയുന്നത് പോലെ തന്നെ വേറൊരു വേർബാണ് ടു എക്സ്പ്ലെയിൻ എന്ന് പറയുന്നതും. അത് ഉപയോഗിക്കുമ്പോഴും ഇത്തരത്തിൽ ശ്രദ്ധിക്കണം. എക്സ്പ്ലെയിൻ സംതിങ് ടു സംബഡിയാണ്. അപ്പോൾ ഷീ എക്സ്പ്ലെയിൻഡ് ദ സിറ്റുവേഷൻ ടു മീ എന്ന് പറഞ്ഞാൽ കറക്റ്റായി. സെൻറ്റൻസ് വളരെ കറക്റ്റായ ഒരു സെൻറ്റൻസായി. ഇനി അടുത്ത മിസ്റ്റേക്ക്, ലെറ്റ്സ് മേക്ക് എ പാർട്ടി ഫോർ മൈ ബർത്ത്ഡേ. എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് മേക്ക് എ പാർട്ടി ഫോർ മൈ ബർത്ത്ഡേ. അതും റോങ് ആയൊരു സെൻറ്റൻസ് ആണ്. എന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായോ? സാധാരണയായിട്ട് ഇംഗ്ലീഷിൽ പാർട്ടി എന്നുള്ള ആ ഒരു വാക്ക് ഹാവ് എ പാർട്ടി അതല്ലെങ്കിൽ ത്രോ എ പാർട്ടി എന്നാണ് പറയുക. ഈ 2 വാക്കുകളോട് ഒരുമിച്ചാണ് അത് വരുന്നത്. ടു ഹാവ് എ പാർട്ടി അതല്ലെങ്കിൽ ടു ത്രോ എ പാർട്ടി. അതിൻ്റെ മീനിങ് എന്താണ്? ടു ഓർഗനൈസ് എ പാർട്ടി. ഒരു പാർട്ടി നടത്താം, ഒരു പാർട്ടി നടത്തുക എന്നർത്ഥം. അപ്പോൾ കറക്റ്റായ സെൻറ്റൻസ് എന്താണ്? ലെറ്റ്സ് ഹാവ് എ പാർട്ടി ഫോർ മൈ ബർത്ത്ഡേ അതല്ലെങ്കിൽ ലെറ്റ്സ് ത്രോ എ പാർട്ടി ഫോർ മൈ ബർത്ത്ഡേ. ഇത്തരം ചില വാക്കുകൾ ഒരുമിച്ച് വരുന്ന ചില കോമ്പിനേഷൻസ് ഉണ്ട്. കോമ്പിനേഷനായിട്ട്, അതായത് ചില വാക്കുകൾ ഒരുമിച്ചാണ് വരുന്നത്. അത്തരം വാക്കുകളെയാണ് അത്തരം കോമ്പിനേഷൻസിനെയാണ് നമ്മൾ കൊളോക്കേഷൻസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അത്തരത്തിലുള്ള കൊളോക്കേഷൻസ് ഒരുപാടുണ്ട്. അത് ഒരു കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ആണ്. അത് ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട്, പ്രത്യേകമായ ഒരു മീനിങ്ങും ഉണ്ട്. അത് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി. അത് നമ്മൾ സംസാരിക്കുമ്പോൾ, അത് ഉപയോഗിക്കുമ്പോൾ വളരെ നാച്ചുറലായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കൊളോക്കേഷൻസ് പഠിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ വായിക്കുക. ഒരുപാട് വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൊളോക്കേഷൻസ് നമുക്ക് ഒരുപാട് പരിചയപ്പെടാൻ സാധിക്കും. മാത്രമല്ല അത്തരം കൊളോക്കേഷൻസ് മനസ്സിലാക്കുമ്പോൾ അതൊക്കെ എഴുതി വയ്ക്കുക. മാത്രമല്ല അതുപയോഗിച്ച് കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ ഇംപ്രൂവ് ചെയ്യാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് സഹായിക്കും. ഇനി 2 മിസ്റ്റേക്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി വേറൊരു മിസ്റ്റേക്ക് പറയാം. ഷീ ഗേവ് മീ എ ഗുഡ് അഡ്വൈസ്. ഇതും
മിസ്റ്റേക്ക് ഉള്ളൊരു സെൻറ്റൻസാണ്. എന്താണത്? അഡ്വൈസ്. ഷീ ഗേവ് മീ എ ഗുഡ് അഡ്വൈസ്. അഡ്വൈസ് എന്നത് ഉപദേശം. അതൊരു അൺകൗണ്ടബിൾ നൗണാണ്. അപ്പോൾ അവിടെ ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. ഷീ ഗേവ് മീ എ ഗുഡ് അഡ്വൈസ് എന്നല്ലേ പറഞ്ഞത്. അവിടെ ആ ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ എ ഗുഡ് അഡ്വൈസ് എന്നോ ആൻ അഡ്വൈസ് എന്നോ പറഞ്ഞാൽ അത് റോങ് ആണ്. അൺകൗണ്ടബിൾ നൗൺ ആണ് അഡ്വൈസ്. അതുകൊണ്ട് നമുക്ക് എന്താണ് പിന്നെ പറയേണ്ടത്? അഡ്വൈസ് എന്ന് മാത്രം മതി. ഷീ ഗേവ് മീ ഗുഡ് അഡ്വൈസ്. കറക്റ്റായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഷീ ഗേവ് മീ എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയാം. എ പീസ് ഓഫ് അഡ്വൈസ്. അപ്പോൾ അത് കൗണ്ടബിൾ ആയിട്ട് മാറി. ഒരു ചെറിയ പീസ് ഓഫ് അഡ്വൈസ് എന്നും ഒരു ചെറിയ അഡ്വൈസ് എന്നാണ് അതിൻ്റെ മീനിങ്. പക്ഷേ ഉപയോഗിക്കാൻ പാടില്ല. എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് ഉപയോഗിച്ചാൽ കറക്റ്റാണ്. വൺ പീസ് ഓഫ് അഡ്വൈസ്, ടു പീസസ് ഓഫ് അഡ്വൈസ്. അപ്പോൾ ഷീ ഗേവ് മീ അഡ്വൈസ്. കറക്റ്റ്. ഷീ ഗേവ് മീ എ പീസ് ഓഫ് അഡ്വൈസ്. കറക്റ്റ്. ഇതുപോലെ തന്നെയുള്ള ചില വാക്കുകളാണ് വാട്ടർ. വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു അൺകൗണ്ടബിൾ നൗണാണ് എന്ന് നമുക്കറിയാം. ഷീ ഗേവ് മീ വാട്ടർ. ഷീ ഗേവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. നോക്കൂ, വാട്ടർ എന്നത് അൺകൗണ്ടബിൾ നൗണാണ്. നമുക്കതിനൊരു കൗണ്ടബിളാക്കി മാറ്റണമെങ്കിൽ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്നാക്കാം. 2 glasses ഓഫ് വാട്ടർ. അപ്പോൾ അത് അൺകൗണ്ടബിളായി. ഗ്ലാസസ്, 1 glass, 2 glass, അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ പറയാം. ഷീ ഗേവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഷീ ഗേവ് മീ വാട്ടർ. അത് രണ്ടും കറക്റ്റാണ്. എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു ആർട്ടിക്കിൾ ഉപയോഗിച്ചു. എന്നുള്ള ഒരു ആർട്ടിക്കിൾ ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിക്കാം, കാരണം അത് കൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട്. ഇനി അഡ്വൈസ് എന്ന വാക്കിനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർമ്മിക്കണം. അഡ്വൈസ് എന്ന് പറയുമ്പോൾ ഉപദേശം. അവിടെ സ്പെല്ലിംഗ് CE ആണ്. ഇനി അഡ്വൈസ് ADVISE ആണെങ്കിൽ അത് ഉപദേശിക്കുക എന്ന വേർബായിട്ട് മാറും. അത് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക. അത് രണ്ടും തമ്മിൽ കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. ഐ വാണ്ട് ടു അഡ്വൈസ് യു ടു ലേൺ ഇംഗ്ലീഷ്. നിങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ അഡ്വൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ അത് വേർബാണ്, അഡ്വൈസ്. ഐ വാണ്ട് ടു അഡ്വൈസ്. ഐ വാണ്ട് ടു ഗിവ് യു സം അഡ്വൈസ് എന്ന് പറയുമ്പോൾ അഡ്വൈസ് നൗണാണ്. ഐ വാണ്ട് ടു ഗിവ് യു സം അഡ്വൈസ്. ഞാൻ നിനക്ക് കുറച്ച് ഉപദേശം തരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് മനസ്സിലായില്ലേ? ഈ മിസ്റ്റേക്സ് ഒന്നും നമുക്കിനി വരുത്തണ്ട സംസാരിക്കുമ്പോൾ. ഓക്കെ, താങ്ക് യു.